നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2026 വെൽക്കം ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ന്യൂ ഇയർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ദേവസൂര്യ ക്ലബ്ബിലായിരുന്നു നമ്മുടെ ന്യൂ ഇയർ ആഘോഷം. ഏകദേശം ഒരു 11 മണിയോട് കൂടി നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലബ്ബ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലബ്ബ്. ഒരു മതിലിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ ക്ലബ്ബും നമ്മുടെ വീടും തമ്മിൽ. അപ്പോൾ നമ്മളെല്ലാവരും കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടികൾക്ക് കടക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ റിജിയേട്ടൻ കേക്കൊക്കെ പീസാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയിട്ടോ ഒരു പീസ് കേക്ക്. അപ്പോൾ ഞാനും ദിവസമൊക്കെ കേക്ക് കഴിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ന്യൂ ഇയർ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു പാടമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെയാണ് ബാക്കി സെലിബ്രേഷൻസും കാര്യങ്ങളും. അപ്പോൾ അവിടെ നമ്മൾ ബോക്സൊക്കെ വെച്ച് പാട്ട് വെക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പാടത്തേക്കാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി സെലിബ്രേഷൻസൊക്കെ നമ്മൾ പാടത്ത് വെച്ചിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തുള്ളത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ നേരെ പാടത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാടം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കറക്റ്റ് ബാക്ക് സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പാടം ഉള്ളത്. പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നെൽകൃഷിയും കാര്യങ്ങളൊന്നുമില്ല. മഴക്കാലത്തൊക്കെ നമുക്ക് തീരെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നിറയെ പുല്ലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും അങ്ങനെ പാടത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ലൊക്കെ ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാവരും കൂടി വെട്ടി ക്ലീനാക്കി ഇടും. പിന്നെ കുട്ടികൾ ഫുട്ബോൾ കളിക്കലും ബാക്കി നമ്മുടെ ക്ലബിൻ്റേതായ കുറച്ച് പരിപാടികൾ, പൂരത്തിൻ്റെ ആഘോഷങ്ങൾ, അതെല്ലാം നമ്മൾ ഈ പാടത്തു നിന്നാണ് കേട്ടോ തുടങ്ങാറുള്ളത്. അപ്പോൾ എല്ലാ പരിപാടികളും നമ്മൾ ഒരുവിധം ആഘോഷിക്കണത് ഈ പാടത്ത് വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട് പാടത്തൊരു സാൻഡേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു 12 മണിയാകുമ്പോൾ കത്തിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുഞ്ഞെ മക്കളേനൊക്കെ നിർത്തിയിട്ട് അവരൊക്കെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആർക്കും ഉറക്കം വരുന്നതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാര്യം 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ടൈമിൽ. അപ്പോൾ അവരാർക്കും ഉറക്കത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഫുള്ള് ത്രില്ലിലായിരുന്നു കുട്ടികളെല്ലാവരും. അങ്ങനെ കുട്ടികളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുതിർന്ന അമ്മമാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലബ്ബിൽ വനിതാവേദി, ബാലവേദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുഞ്ഞു കുഞ്ഞ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ വനിതാവേദിയിൽ നമ്മുടെ അമ്മമാരും മുതിർന്ന സ്ത്രീകളാണ് കേട്ടോ വനിതാവേദി. പിന്നെ കുഞ്ഞെ മക്കളുടെയാണ് ബാലവേദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ്. അപ്പോൾ അതിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള്
ഡാൻസും പാട്ടും ബഹളമായിരുന്നു കേട്ടോ മൊത്തത്തിൽ പാടത്ത്. അങ്ങനെ കുറച്ച് നേരത്തെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടി നമ്മുടെ സാന്റേനെ കത്തിച്ചു കൂട്ടാം. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കമ്പിത്തിരി മത്താപ്പൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് കത്തിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വിടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ